3 ദിവസമായി പാലക്കാട് ചേരുന്ന RSSന്റെ സമന്വയ ബൈഠക്ക് അവസാനിക്കുമ്പോൾ നിർണായകമായ 2 വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് വിശദീകരിച്ചുകൊണ്ടാണ് ആ യോഗം അവസാനിക്കുന്നത്. അതിലൊന്ന്, കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ആരോപിക്കുന്നത് പോലെ ജാതി സെൻസസിന് RSS എതിരാണോ എന്ന ചോദ്യത്തിന് RSSന്റെ പ്രചാർ പ്രമുഖൻ നൽകിയ മറുപടി സുനിൽ അംബേദ്കറാണ്. അദ്ദേഹം പറഞ്ഞത് ജാതി സെൻസസ് നടത്തേണ്ടത് തന്നെയാണ്, പക്ഷേ അത് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ജാതിയുടെ കണക്ക് വെച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഈ രാജ്യത്ത് ജാതികളുടെ കണക്ക് വെച്ച് ഒരു ജാതീയ വിഭാഗത്തിനെ അവഗണിച്ചുകൊണ്ടും മറ്റൊരു ജാതീയ വിഭാഗത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടും അത് തിരഞ്ഞെടുപ്പ് വിഷയമാക്കരുത് എന്നാണ് RSS കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. ജാതി സെൻസസ് ആവശ്യമാണ്, അത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റും നൽകുന്നതിനായിട്ടുള്ള ഒരു ഡേറ്റയായിട്ട് അത് അനിവാര്യമായ ഘടകമാണ്. പക്ഷേ അത് പൊളിറ്റിക്കൽ പാർട്ടികൾ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചാൽ അതിൻ്റെ തിക്തഫലം ഭയങ്കരമായിരിക്കും എന്ന് തന്നെയാണ് RSS വ്യക്തമാക്കുന്നത്. അതായത് ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ജാതിക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ സെൻസസ് കഴിയുമ്പോൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ആ ജാതികളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മറ്റുള്ള ജാതികൾ, കൂടുതലുള്ള ജാതികളുടെ പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്ന ഒരു രീതി നിലവിലുണ്ട്. അത് ഈ കൃത്യമായ കണക്കൂടെ കിട്ടിയാൽ അത്തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് RSS ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിലെ മതപരിവർത്തനം വളരെ ഗൗരവമായി തന്നെ തങ്ങൾ അതിനെ കാണുന്നു. തമിഴ്നാട്ടിൽ വ്യാപകമായി തന്നെ മതം മാറ്റ ലോബികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അനവധി റിപ്പോർട്ടുകൾ തങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾക്കായി ഞങ്ങൾ തമിഴ്നാട്ടിലുടനീളം സഞ്ചരിക്കുകയാണ്, ഇതിനെ തടയിടുന്നതിനായിട്ട് എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 3 ദിവസം പാലക്കാട് ചേർന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ RSSന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ആ പരിപാടി സമാപിക്കുമ്പോൾ വ്യക്തത വരുത്തി 2 കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും ഇനി ജാതി സെൻസസിന് RSS എതിരാണ് എന്ന് പറയരുത് എന്ന രീതിയിൽ തന്നെയാണ് പ്രസ്താവന മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.